ഇപ്പൊ അപ്പോളോ അഡ്ലറ്റ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ ഇവിടുത്തെ സമരം ഇന്ന് 2ാമത്തെ ദിവസമാണ്. മാനേജ്മെന്റ് ഇതുവരെയും ഞങ്ങൾക്ക് നല്ലൊരു മറുപടി തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഇങ്ങനെ നീണ്ടു പോകുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യം 7 മണിക്ക് പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യുന്ന സമയം എന്താണേലും കൃത്യമായിരിക്കണം. അത് 3 മിനിറ്റ് വൈകിയാൽ പോലും ഞങ്ങൾ മിസ്പഞ്ച് ആവുന്ന രീതിയിലാണ്. മിസ്പഞ്ച് പിന്നീട് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഓരോരുത്തരും ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന സമയം ഞങ്ങൾക്ക് ഓവർ ടൈം തരാനാണെങ്കിൽ ഇവർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഓവർ ടൈം തരാനായിട്ടുണ്ട്. പക്ഷെ ഇവരത് ചെയ്യാറില്ല. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന സമയം 5 മണിക്കായിരിക്കും. ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 10:30 11 മണി വരെ പല സ്റ്റാഫ് ഇവിടെ ഡ്യൂട്ടി ചെയ്യേണ്ട സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം ഇവിടെ വരുന്നത്. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾക്ക് വർക്ക് ലോഡ് ഭയങ്കരമാണ്. വീട്ടിൽ ചെന്നാലും ഞങ്ങൾക്ക് മൊബൈൽ നോക്കിയിരിക്കാനും മേലുദ്യോഗസ്ഥരുടെ ഫോൺ കോളുകളും അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും അനുഭവങ്ങളുമാണ് ഞങ്ങൾ ഇതിനകത്ത് അനുഭവിക്കുന്നത്. പേപ്പർ വർക്കുകൾ ഞങ്ങൾക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം നീണ്ടുപോകുന്നത്. 6 പേഷ്യൻ്റാണ് ഒരു സ്റ്റാഫിനെ എടുക്കാനായിട്ട് ഇവർ പറയുന്നത്. ചില സാഹചര്യങ്ങൾ 7 8 പേഷ്യന്റിനെ ഞങ്ങൾ എടുക്കാറുണ്ട്. ICUലാണെങ്കിൽ 1:2 ആണ്. ചില സമയങ്ങളിൽ 1:3 1:4 ഒക്കെ എടുക്കാറുണ്ട് ഞങ്ങൾ. അങ്ങനെയും ഞങ്ങളുടെ ഡ്യൂട്ടി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് ഡ്യൂട്ടിയിൽ ഞങ്ങൾ. സിക്ക് ലീവ് ഞങ്ങൾക്ക് കിട്ടാറേ ഇല്ല. സിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പകരം ഡ്യൂട്ടിക്ക് ആളെ കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും മെഡിസിൻ എടുത്തിട്ട് വീണ്ടും ഡ്യൂട്ടിക്ക് കയറേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ. സിക്ക് ലീവുകളൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല ഇവിടെ. മാനേജ്മെന്റ് ഇന്നലെ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അവര് അതിനകത്ത് ഞങ്ങളെ പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങളുടെ UNA പ്രസിഡന്റും സെക്രട്ടറി അടങ്ങുന്ന സംഘം അടങ്ങുന്നവര് മാനേജ്മെന്റുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്താണ് ഇനി ഉണ്ടാവുന്ന തീരുമാനമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ MLA മാരും ജനപ്രതിനിധികളും ഒക്കെ കാണാൻ വരുന്നുണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ഈ സമരത്തിനൊപ്പം ഞങ്ങൾക്ക് നിൽക്കുന്നുണ്ട്. എന്നിട്ടും മാനേജ്മെന്റ് ഞങ്ങളോട് ഒരു കരുണ കാണിക്കുകയോ ഞങ്ങൾക്ക് കണ്ണു തുറക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾ രാവിലെ തൊട്ട് ക്ഷീണിച്ച് ഈ സമയം വരെ 6 മണി 7 മണി വരെ ഇവിടെ സമരത്തിൽ തന്നെയാണ്. ഞങ്ങൾ സമരത്തിന് അനുകൂലമായിട്ട് ഒരു ടെന്റ് കെട്ടിത്തരാന്ന് പറയുന്നത് വെയിലിൽ കൊള്ളാതെ ഇരിക്കാനായിട്ട്. വെള്ളം വേണോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ചിലർ മാത്രം. പിന്നെ ഡോക്ടേഴ്സും ഞങ്ങളുടെ സമരത്തിന് അനുകൂലമായ രീതിയിൽ നിൽക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഡോക്ടേഴ്സ് തരുന്നുണ്ട്. അവര് മാനേജ്മെന്റിനോട് സംസാരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങള് പേഷ്യന്റിനെ നോക്കാനായിട്ട് തയ്യാറാണ്, തിരിച്ചു കയറാനായിട്ട് തയ്യാറാണ്. ഞങ്ങളുടെ ന്യായമായ ആവശ്യം 40,000 രൂപ ഞങ്ങൾക്ക് സാലറി ഞങ്ങളുടെ ന്യായമായ ആവശ്യം നടത്തി തരുവാണെങ്കിൽ ഞങ്ങൾ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ തയ്യാറാണ്. ഞങ്ങള് ഇപ്പൊ ഞങ്ങള് 200ഓളം സ്റ്റാഫ് ഉണ്ട്. 200ഓളം സ്റ്റാഫ് ഇന്നത്തെ 2ാമത്തെ ദിവസത്തെ ഈ സമരത്തില് രാവിലെ തൊട്ട് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നുണ്ട്. 2ാം ദിവസം ഇന്നലെ 225 230 സ്റ്റാഫോളം ഉണ്ടായിരുന്നു. അവര് ഞങ്ങളുടെ സമരത്തിനോട് അനുകൂലമായ മറുപടിയാണ് അവർ ഞങ്ങൾക്ക് തന്നിട്ട് പോയിരിക്കുന്നത്. മാനേജ്മെന്റിനോട് സംസാരിക്കാം, മാനേജ്മെന്റ് എന്തിനോട് സംസാരിക്കാമെന്നാണ് അവർ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാസ് നടത്താറുണ്ട്. ഇവര് ആഴ്ചയിൽ 3 ദിവസം ക്ലാസ്സുകൾ നടത്താൻ ഒന്നരാടം ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതായിട്ട് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഡ്യൂട്ടി സമയത്തിന് മുമ്പായിരിക്കും, അല്ലെങ്കിൽ പലരും ഡ്യൂട്ടി കഴിഞ്ഞ സമയത്ത് വിശപ്പോട് കൂടി നിന്ന് ഞങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് വരേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് പ്രഷർ, ക്ലാസ്സിന് ചെന്നില്ലെങ്കിൽ ഒരുപാട് പ്രഷർ ഞങ്ങൾക്ക് മുകളിലുള്ളവരിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എക്സ്പ്ലനേഷൻ ലെറ്റർ ആയിട്ടും മാഡംസിന്റെ മുമ്പിൽ പോയി നിൽക്കല്, അങ്ങനെയായിട്ട് ഒരുപാട് വേദനകൾ ഞങ്ങൾ ഇതില് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകള് അങ്ങനെയുള്ള വേദനകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.